ഹായ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഒരു അപ്ഡേറ്റ്, ഒരു കിടിലൻ ഒരു അപ്ഡേറ്റ് ആണ്. പ്രിൻസ് ആൻഡ് ഫാമിലി ഞാൻ കണ്ടില്ല. ഇത് റിവ്യൂ ഒന്നുമല്ല, കാണാത്ത പടത്തിന് റിവ്യൂ ചെയ്യാൻ പറ്റില്ല. ഗൈസ്, ഈ പ്രിൻസ് ആൻഡ് ഫാമിലി ദിലീപിൻ്റെ 150ാമത്തെ പടമാണ്. പക്ഷേ ഇതുവരെയുള്ള റിപ്പോർട്ട് പോസിറ്റീവാണ്. ആരും നെഗറ്റീവ് പറഞ്ഞിട്ടില്ല. കാരണം ഇതിനു മുമ്പുള്ള പടങ്ങളൊക്കെ നമുക്ക് സമ്മതിക്കാം, ഉള്ള വൺ പരാജയമായിരുന്നു. വോയിസ് ഓഫ് സത്യനാഥൻ നല്ല പടമായിരുന്നു. അതിനുശേഷം പ്രിൻസ് ആൻഡ് ഫാമിലി, ബാക്കിയുള്ള ഈ പറഞ്ഞ ബാന്ദ്ര, അതൊക്കെ എട്ടുകല പൊട്ടി ഗമഗമായ സിനിമയാണ്. അതൊക്കെ നമുക്ക് സമ്മതിക്കാം. പക്ഷേ പ്രിൻസ് ആൻഡ് ഫാമിലി ഓഡിയൻസ് എന്നല്ല, ഫാമിലി ഏറ്റെടുത്ത് കഴിഞ്ഞു സിനിമ. കാരണം തുടരും സിനിമകൾ അത്രയും കമ്പയറിപ്പിക്കേണ്ട കാര്യമില്ല. ഇത് വേറൊരു ഫാമിലി സിനിമയാണ്. കാരണം ദിലീപിൻ്റെ ഒരു രാശിയുണ്ട്. 100ാമത്തെ പടം കാര്യസ്ഥനായിരുന്നു. അന്ന് ഇതേപോലെ റിവ്യൂ ഇങ്ങനെ ബോംബിങ് സംഭവം ഒന്നും ഉണ്ടായില്ല. പക്ഷെ അന്ന് ഏതൊരു ഞാൻ പോയിട്ട് ഇട്ട് കണ്ടപ്പോൾ ഒരു ചേട്ടനെ ആ പടം ഇഷ്ടപ്പെട്ടില്ല. അപ്പം അത് ബ്ലോക്ക് ബസ്റ്ററായി കാര്യസ്ഥൻ, ദിലീപിൻ്റെ 100ാമത്തോളം. പക്ഷെ ഇത് 150ാമത്തെ പടം, ഇതും ബ്ലോക്ക് ബസ്റ്ററായി. പിന്നെ ഗമ കളിക്കുന്ന ആരാന്ന് നമുക്കറിയാം. അത് ഞാൻ പേര് പറയാൻ ഉദ്ദേശിക്കണില്ല. നമുക്കൊരു സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു സ്റ്റോറി മോശമാണെന്ന് പറയാം, പടം മൊത്തത്തിൽ കൊള്ളില്ല എന്ന് പറയാം. നമ്മൾ ആ സിനിമയെക്കുറിച്ച് അതിൻ്റെ കഥാപാത്രം, അതായത് മൊത്തം കാസ്റ്റിംഗ് ക്രൂ എടുത്ത് നോക്കുമ്പോഴാണ് അതിൻ്റെ ഒരു എന്താ പറയുക, എന്താ പറയുക, നമുക്ക് തന്നെ തോന്നണത്. അതായത് ബാക്കിയുള്ള യൂട്യൂബർക്കും പണി കിട്ടും. കാരണം ഇനി വരാൻ പോണത് വെച്ച് നോക്കുമ്പോൾ സിനിമ ഇറങ്ങി ഫസ്റ്റ് ഡേ റിവ്യൂ പാടില്ല. അത് ഇനി മുമ്പ് കുറച്ചാൾ പറഞ്ഞായിരുന്നു. പിന്നെ അത് മറികടന്ന് പിന്നെയും എന്താ പറയുക, അത് എന്തോ ഫെഫ്കെ എന്തോ ഒരു കണ്ടാണ് ഇതുപോലെ. എനിക്കറിയില്ല, ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ഡേ റിവ്യൂ പാടില്ലെന്ന് പറഞ്ഞായിരുന്നു. സെക്കൻഡ് ഡേ എന്ന് പറഞ്ഞു ഒരു സിനിമ ഇതേപോലെ ബോംബിങ് ചെയ്തപ്പോൾ പിന്നെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട്, സ്വാതന്ത്ര്യമാണല്ലോ. കാരണം നമുക്ക് എന്തും പറയാൻ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ഇപ്പോൾ തന്തൊക്കെ നടക്കും വിളിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അതേപോലെ തന്നെ ഈ ഊക്ക് പരിപാടി, അത് വലിയൊരു ഗമഗമയായിട്ട് വലിയൊരു എന്താണ് അലമ്പാണ്, ബോറായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ പറഞ്ഞു, സിനിമ കണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പൊട്ടപ്പോളെന്ന് പറയാം. പക്ഷേ ആ കഥാപാത്രത്തിനെ മൊത്തമായിട്ട് അലക്കുമ്പോൾ എന്താ പറയുക, ഈ അലമ്പൊന്നും ഇപ്പം മാറിയില്ലെന്ന് പറഞ്ഞത്. ഞാൻ പറയാനാരാ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ലേ? അപ്പം അവരെയൊക്കെ നിങ്ങൾ തന്നെയാണ് വലിയ ഹൈ ലെവലാക്കണത്. ഇപ്പോൾ മണ്ടന്മാർ ഒരു സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങി, സീരിയലിലും സിനിമയിലൊക്കെ. ബാക്കിയുള്ളവരൊക്കെ ഇവിടെ എന്താ പറയുക, ആക്ടിംഗ് ഒക്കെ പഠിച്ചിട്ട് എന്താ പറയുക, അതും മതിയാക്കി. ഇപ്പം എന്നെ അറിയണ കുറച്ച് പേര് ആക്ടിംഗ് ഒക്കെ പോയി പഠിച്ച് അതും മതിയാക്കിയൊക്കെ വിദേശത്തൊക്കെ പോയി, അങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രിൻസ് ആൻഡ് ഫാമിലി ഹിറ്റായിട്ടുണ്ട്. ഞാൻ എന്തായാലും ഈ പടം കണ്ടിട്ടില്ല, കണ്ടാലേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ ദിലീപിൻ്റെ ഒരു തിരിച്ചുവരവെന്ന് പറയാൻ പറ്റണ ഒരു സംഭവമായിട്ടാണ് ഞാൻ ഇപ്പോൾ ഓഡിയൻസിൽ നിന്ന് കണ്ടത്. അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ ഇട്ടത്. പിന്നെ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ഒരു യൂട്യൂബർ, ഇപ്പം പറഞ്ഞ പേര് പറയാൻ ഉദ്ദേശിക്കണില്ല, ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞ സിനിമ, അതായത് പൊട്ട സിനിമയാണ് അത് ശരിക്കും. അതിൻ്റെ കഥാപാത്രങ്ങൾ അലക്കാനുള്ള സംഭവങ്ങളുണ്ട്, ഊക്കാണ്. പക്ഷെ ആരും അങ്ങനെ ചെയ്തില്ല. ഇപ്പോൾ റഹ്മാൻ്റെ ക്യാരക്ടറൊക്കെ അത് എന്ത് ക്യാരക്ടറാണെന്ന് ചോദിച്ചായിരുന്നു, പക്ഷെ അതൊന്നും ചെയ്തില്ല. പക്ഷേ ഈ ഒരു വ്യക്തി എവിടെ പോയി അതൊരു ചിഹ്നമല്ല, ചോദിച്ചിഹ്നം. കുറേ പേര് ഇട്ട് പുള്ളിയുടെ ഫോട്ടോ ഇട്ട്, ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ അങ്ങനെ ഒന്നും ചിന്തിക്കണില്ല. ഞാൻ പറഞ്ഞത് ഈ യൂട്യൂബർ എനിക്ക് ഇഷ്ടമൊക്കെ തന്നെയാണ്, ജെന്യൂൻ ആയിട്ടുള്ള യൂട്യൂബറാണ്. പക്ഷേ ഇത്രയും കളിക്കേണ്ട കാര്യമുണ്ടോ?